ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് 7-7 പോർട്ടലിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മാറ്റമാണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നത്? ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്ന മാറ്റം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, please guide me mother universe, please guide me, please guide me mother universe, please guide me. എന്ത് മാറ്റമാണ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്നത്? നിങ്ങൾ 10 ഓഫ് സോഡിലായിരുന്നു, നിങ്ങളിപ്പം 10 ഓഫ് സോഡിലായിരുന്നു വിഷമിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു മാറ്റം നിങ്ങൾക്ക് വരികയാണ്. 9 ഓഫ് പെൻഡിക്കിൾ. ഓക്കെ, 9 ഓഫ് പെൻഡിക്കിളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരാൻ പോകുന്നു. ഓക്കെ, ദ കിങ് ഓഫ് കപ്പ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഓക്കെ, ഈ ഒരു എനർജിയാണ്. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മനസ്സിൽ ഒരു മാറ്റം സംഭവിക്കുന്നു. നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയ പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് ക്ഷണിക്കുന്നു. ഈ ഒരു പെയിനിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. ഈ എനർജിയാണ് 7-7 പോർട്ടലിൽ നിങ്ങൾ തേടിയെത്തിയിരിക്കുന്നത്. യൂണിവേഴ്സ് ബ്ലെസ്സിങ് എന്തെന്ന് നോക്കാം. 7-7 പോർട്ടൽ യൂണിവേഴ്സ് ബ്ലെസ്സിങ് എന്തെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ 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 യൂണിവേഴ്സ്. 7-7 പോർട്ടൽ എന്ത് ബ്ലെസ്സിങ് ആണ് യൂസിന് കൊടുക്കുന്നത്? നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ദ വൈസ് കൗൺസിലറാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ സ്പിരിച്വലായിട്ട് ഉള്ള ഒരു മൈൻഡ്, നിങ്ങൾ ദൈവവുമായിട്ട് ഒരു സംസാരം, നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ, നിങ്ങൾക്ക് കുറച്ച് നേരം നിങ്ങളൊരു മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതായ സംസാരങ്ങൾ, കാര്യങ്ങൾ എല്ലാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഡിവൈനിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ലൊരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്തിലാണോ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് നല്ലൊരു ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിൽ തന്നെ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ചോദിക്കുകയും ഓക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. ഐഡിയാസ്, പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്തത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും 9 ഓഫ് കപ്പാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. ഇവിടെ കിട്ടിയതും 9 ഓഫ് പെൻഡിക്കിളാണ്. ദൈവത്തിൻ്റെ വിഷ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ വിഷയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 9 ഓഫ് പെൻഡിക്കിൾ. ഇവിടെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്പ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ കാർഡെല്ലാം ഒരേ കണക്കാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു 7-7 പോർട്ടലിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അത് റിയാലിറ്റി ആവാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഓക്കെ, അത് റിയാലിറ്റി ആവാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്കുള്ള മാജിക് ടൈമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരു മാജീഷ്യനെ പോലെ നിങ്ങൾക്ക് അത് അഫർമേഷൻ ചെയ്തെടുക്കാം. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇത് ഒരു ഗുഡ് ഫോർച്യൂണാണ് നിങ്ങൾക്ക്. ഈ ഏറ്റവും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഓക്കെ, നിങ്ങൾക്ക് സമ്പാദ്യമാണോ, ഒരു എന്തെങ്കിലും ലൈഫിലോ മറ്റെന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റിയാണോ വേണ്ടത്, നിങ്ങൾക്ക് ശക്തിയാണോ മനഃശക്തിയാണോ വേണ്ടത്, നിങ്ങൾക്ക് ശുദ്ധമായ ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു ഗൈഡൻസും കാര്യങ്ങളാണോ വേണ്ടത്, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലൊരു ന്യൂ ബിഗിനിങ് ആണോ വേണ്ടത്, അത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചാണ് വരേണ്ടത്, അത് നിങ്ങൾ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ആണോ, എന്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചിരുന്നാലും അത് നിങ്ങൾക്ക് മജീഷ്യനാണ്. നിങ്ങൾക്കത് നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ,
നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങൾ കൗൺസിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ദൈവദൂതൻ തന്നെ നിങ്ങൾക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനും സംസാരിക്കാനും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പോകാനും എടുക്കാനും എല്ലാം നിങ്ങളെ മൈൻഡുമായിട്ട് സംസാരിക്കാൻ ദൈവം തന്നെ ഇറങ്ങി വരികയാണ്. ഓക്കെ, ഈ 7/7 പോർട്ടൽ. അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങളെല്ലാവരും കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ആയിട്ട് മൊബൈലൊക്കെ കുറേ നേരം മാറ്റി വെച്ചിരുന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നേരം ദീർഘശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം നിങ്ങളൊരു ഒറ്റയ്ക്ക് ആര് ശല്യം ചെയ്യാൻ വയ്യാത്ത ഫോൺ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റത്തേക്കെങ്കിലും അതൊരു ഫ്ലൈറ്റ് മോഡിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നെറ്റിയുടെ 2 പുരികങ്ങളുടെ മധ്യത്തായിട്ട് നിങ്ങൾ ഒരു ചെറിയ വെളിച്ചം, ഒരു ദീപം കാണുക, അല്ലെങ്കിൽ ഒരു ഡയമണ്ട് പോലെ തിളക്കമുള്ള ഒരു പ്രകാശത്തെ നിങ്ങൾ അവിടത്തേക്ക് കാണുക. കുറേ നേരം നിങ്ങളുടെ കണ്ണടച്ചിട്ട് അകക്കണ്ണുകൊണ്ട് ആ ഒരു പുരിക മധ്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ സമയത്തേക്ക് നിങ്ങളുടെ മനസ്സ് വീണ്ടും പല ഭാഗത്തേക്ക് പോകും. വീണ്ടും നിങ്ങളതിനെ അങ്ങനെ പോയാലും കുഴപ്പമില്ല, വീണ്ടും അതിനെ നിങ്ങളുടെ മനസ്സ് നിയന്ത്രിച്ച് തന്നെ തിരിച്ച് വീണ്ടും ആ പുരികത്തിൻ്റെ ഇടയിലോട്ട് കൊണ്ടുവരിക. പുരികത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് അവിടെ ഫിക്സ് ചെയ്യുക. കുറേ സമയം നിങ്ങൾ അങ്ങനെ തന്നെ അവിടെ തന്നെ പോയിന്റ് ചെയ്ത് ഒരു ചെറിയ ലൈറ്റ് മ്യൂസിക്കും കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ അവിടത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് ഒരു കിരണം നിങ്ങളുടെ നെറ്റിയിലേക്ക് വന്ന് പതിക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു നെറ്റിത്തടത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് നിങ്ങളുടെ ഓരോ പവറിനെ നിങ്ങളെ കൂട്ടുകയും നിങ്ങൾക്ക് വേണ്ടുന്നതായുള്ള എല്ലാ പവറുകളും, ഓക്കെ, നിങ്ങളെ സ്പിരിച്വലായിട്ടുള്ള എല്ലാ പവറുകളും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങൾക്ക് മറ്റാരുടെ ഒരു ഗൈഡൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തമായിട്ട് കുറച്ച് നേരം നിങ്ങൾക്ക് സംസാരിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ടുള്ള ഓരോ പവറിനെ ഒന്ന് വർദ്ധിപ്പിക്കുക. ഇന്ന് എന്തായിരുന്നാലും 7/7 പോർട്ടലാണ്. എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യേണ്ട ദിവസമാണിന്ന്. ഓക്കെ, ഇന്നെല്ലാവരും എൻ്റെ വ്യൂസ് എല്ലാം ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് വലിയൊരു കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താഗ്രഹിക്കുന്നു കുറച്ച് നേരം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ആ മെഡിറ്റേഷന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ വ്യക്തിയെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലിക്കാണെങ്കിൽ ജോലിയെക്കുറിച്ചാണെങ്കിലും കിട്ടാനുള്ള പൈസയ്ക്കാണെങ്കിൽ അതിനാണെങ്കിലും കേസ് പരമായിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും ആരോഗ്യപരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത് ആഗ്രഹിക്കാവുന്നതാണ്. അത് നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. അത് കിട്ടുമോ എന്നുള്ള സംശയത്തിൽ അത് കിട്ടി എന്നുള്ള സന്തോഷത്തോടു കൂടി വേണം മെഡിറ്റേഷനിൽ നിന്ന് ഉണരുവാൻ. ഓക്കെ, നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും നിങ്ങൾക്ക് ഏഞ്ചൽ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കൗൺസിൽ ചെയ്ത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഏഞ്ചൽ ഇന്ന് ഭൂമിയിൽ വന്നിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ മധ്യത്തിലേക്ക് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ശാന്തമായി ഇരിക്കുന്നത്, കരഞ്ഞൊന്നും ഇരിക്കരുത്, കരയാതെ നിങ്ങൾ സന്തോഷത്തോടു കൂടി പോയി മെഡിറ്റേറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ മാലാഖ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. ഇന്ന് എന്തായിരുന്നാലും ഏഞ്ചൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുവാനും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സ്വന്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. മറ്റാരും ബോധ്യപ്പെടുത്തേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നതാണ്. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു മത്സ്യം പിടിക്കാൻ വേണ്ടി ഇരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൻ്റെ അകത്ത് കുറേ മത്സ്യങ്ങളുണ്ട്. അദ്ദേഹം പിടിച്ചിട്ടിരിക്കുന്ന മത്സ്യങ്ങളാണ്. ആ മത്സ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രണയവും ഹൃദയവും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണോ ഇന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് മെസ്സേജും. നിങ്ങൾ എന്താണോ ഇന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വന്നിരിക്കും. ഓക്കെ, അത് നിങ്ങളിന്ന് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വന്നിരിക്കും. ഓക്കെ, അപ്പം അത് തന്നെ എല്ലാ മെസ്സേജും വന്നിരിക്കുന്ന ലോ കാർഡിൽ വന്നിരിക്കുന്ന മെസ്സേജും അത് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിന്ന് സ്വീകരിക്കാൻ കഴിയും. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. 7/7 പോർട്ടലിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 9 ഓഫ് പെൻറ്റിക്കിളാണ്.
ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്പാണ്. ഓക്കെ, 9 ഓഫ് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ശരി തന്നെ, ഇമോഷണൽ പരമായിട്ടാണെങ്കിലും ശരി തന്നെ, എന്താണെങ്കിലും ഏഞ്ചൽസിൻ്റെ യൂണിവേഴ്സ് മദറിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ഇന്നുണ്ട്. നിങ്ങൾ ഇന്ന് മദറിനെ നല്ലതുപോലെ നിങ്ങൾ വിളിക്കുക. ഓക്കെ, പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. എല്ലാവരും ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്നെല്ലാവരും ആരോടും ദേഷ്യപ്പെടരുതെന്ന്. ഇന്ന് വീട്ടുകാരോടൊന്നും ഒരു കാര്യത്തിനും ദേഷ്യപ്പെടരുത്. എല്ലാവരോടും സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിൽക്കണം. എപ്പോഴും ഐ എം ഹാപ്പിയാണ്, ഐ എം സ്ട്രോങ് ആണ്, ഞാൻ ഒരു വിഷയത്തിലും താന്നു പോകത്തില്ല, ഞാൻ ആരുടെ മുമ്പിലും കരയത്തില്ല, എനിക്കൊരു വിഷയത്തിൻ്റെ മേലിലും എനിക്കൊരു വിഷയവുമില്ല, ഒരു വിഷയത്തിൻ്റെ പേരിലും എനിക്കൊരു വിഷയവുമില്ല എന്നുള്ള ചിന്തയിൽ തന്നെ നിൽക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എനർജി പോസിറ്റീവായിരിക്കട്ടെ. ഇന്ന് ഞാനും മെഡിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാനും ഇന്ന് കുറേ സമയം, ഇന്ന് 7/7 ബോർഡിലായതുകൊണ്ട് ഞാനും ഇന്ന് കുറേ സമയം എനർജിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ലൈക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക. ഓക്കെ, താങ്ക് യു.